ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തൻ്റെ ക്ലബ്ബായ റയൽ ബെറ്റിസിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ആൻ്റണി ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതായത് 6 ഗോളുകളും 2 അസിസ്റ്റുകളും ഈ സീസണിൽ അദ്ദേഹം ലാലിഗയിലും യൂറോപ്പ ലീഗിലും ആയിക്കൊണ്ട് നേടിക്കഴിഞ്ഞു. മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമ്പോൾ വരുന്ന ബ്രസീലിൻ്റെ സ്ക്വാഡിലേക്ക് ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി ആൻ്റണിയെ പരിഗണിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ആൻ്റണി തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരുപാട് മികച്ച താരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇടം നേടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് ഒരുപാട് മികച്ച വിങ്ങർമാരെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ടീമിൽ ഇടം നേടണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ആൻ്റണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, ഒരുപാട് മികച്ച താരങ്ങളെ കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. എസ്റ്റവായോ വില്യൻ വിങ്ങറായി കൊണ്ട് കളിക്കുന്ന താരമാണ്. ലൂയിസ് ഹെൻറിക്കയുണ്ട്. റാഫീഞ്ഞ അതുപോലെ തന്നെ അവിടെ കളിക്കുന്ന താരമാണ്. റോഡ്രിഗോയും വലത് വിങ്ങിൽ കളിക്കുന്ന താരമാണ്. അങ്ങനെ ഒരുപാട് മികച്ച താരങ്ങളെ ഇപ്പോൾ വിങ്ങർമാരായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആൻ്റണിയെ തടഞ്ഞിട്ടുള്ളത്. പക്ഷെ മികച്ച ഫോമിൽ നിൽക്കുന്ന താരമാണ് ആൻ്റണി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഈ കലണ്ടർ വർഷത്തിൽ 15ൽ പരം ഗോളുകൾ നേടിയ 2 താരങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിലൊന്ന് റാഫീഞ്ഞയും മറ്റൊന്ന് ആൻ്റണിയുമാണ്. റാഫീഞ്ഞ 39 മത്സരങ്ങൾ കളിച്ച് 20 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആൻ്റണി 38 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകൾ നേടി എന്ന് പറയുമ്പോൾ നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഒരാളാണ് ആൻ്റണി. പക്ഷേ ബ്രസീലിയൻ ടീമിൽ അദ്ദേഹത്തിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.